Hello my dears, welcome to ECS online class. നമ്മൾ ഫോർത്ത് ചാപ്റ്ററിലെ കുറച്ച് ഭാഗങ്ങൾ പഠിച്ചല്ലേ. ഇനി ആ ഭാഗത്ത് നമ്മൾ പഠിച്ച ഭാഗത്തെ ബേസ് ചെയ്തുള്ള പ്രാക്ടീസ് ബുക്കിലെ വർക്ക്സും നമുക്ക് ഒരുമിച്ച് പഠിച്ചു പോകാം. അതാകുമ്പോൾ നിങ്ങൾക്ക് പഠിച്ച ഭാഗത്തെ ഒന്നുകൂടെ തറവായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ എല്ലാവരും പ്രാക്ടീസ് ബുക്ക് എടുത്ത് പേജ് നമ്പർ 26, chapter 4, parts and wholes. Write the fraction of the shaded part. എന്താണ് ഓരോ ഫിഗേഴ്സിലും ഷെയ്ഡഡ് പാർട്ടിന്റെ ഫ്രാക്ഷൻ കണ്ടുപിടിച്ച് എഴുതുക. ഫസ്റ്റ് ഫിഗർ നോക്കി, ഒരു സർക്കിൾ ആണ്. ആ സർക്കിളിനെ എത്ര ആക്കിയാണ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്? എത്ര പാർട്ട് ഉണ്ട്? 1 2 3 4 പാർട്ട് ഉണ്ട് അല്ലെ. ബൈ താഴത്ത് വരുന്ന നമ്പർ എന്തായിരിക്കും? ഡിനോമിനേറ്ററിൽ വരുന്ന നമ്പർ 4 ആണ്. ബൈ 4. ഇനി അതിൽ എത്ര ഭാഗമാണ് ഷെയ്ഡ് കൊടുത്തിരിക്കുന്നത്? ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്, കളർ ചെയ്തിരിക്കുന്നത് ഏത് ഭാഗമാണ്? എത്ര ഭാഗം ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്? നോക്കി, ഒരു ഭാഗം. അപ്പൊ അതിന്റെ ഫ്രാക്ഷൻ എന്താണ്? 1/4. ഇനി അടുത്ത ദിവസം നോക്കി, ഒരു സ്ക്വയർ ആണ്. അതിനെ എത്ര ആക്കി സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്? എത്ര ആക്കി സ്പ്ലിറ്റ് ചെയ്തു? 2 ആക്കി സ്പ്ലിറ്റ് ചെയ്തു അല്ലെ. 2. അപ്പൊ താഴെ വരുന്ന നമ്പർ എന്തായിരിക്കും? /2. ഡിനോമിനേറ്റർ 2 ആയിരിക്കും. ഇനി എത്ര ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്? എത്ര ഭാഗം ഷെയ്ഡ് ചെയ്തു? 1 അല്ലേ. അപ്പൊ അതിന്റെ ഫ്രാക്ഷൻ എന്തായിരിക്കും? 1/2. ഇനി അടുത്ത ഫിഗർ നോക്കി, അടുത്ത ആ ബോക്സ്, അടുത്ത ആ സ്ക്വയർ എത്രയാക്കി സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്? 9 ആക്കി സ്പ്ലിറ്റ് ചെയ്തു. അപ്പൊ താഴത്ത് വരുന്ന നമ്പർ എന്തായിരിക്കും? 9. ഡിനോമിനേറ്ററിൽ 9 ആണ്. ന്യൂമറേറ്ററിലോ എത്ര ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്? 2 ഭാഗം. അപ്പൊ ആ ഫ്രാക്ഷൻ എന്തായിരിക്കും? 2/9. അടുത്ത സർക്കിൾ നോക്കി, എത്ര ആക്കി സ്പ്ലിറ്റ് ചെയ്തു? 4. എത്ര ഭാഗം ഷെയ്ഡ് ചെയ്തു? 3. താഴത്തെ ആ ബോക്സ് എത്രയാക്കി സ്പ്ലിറ്റ് ചെയ്തു? 3. താഴത്തെ ഭാഗം 3. എത്ര ഷെയ്ഡ് ചെയ്തു? 1. ട്രയാങ്കിളോ എത്രയാക്കി സ്പ്ലിറ്റ് ചെയ്തു? 3 ആക്കി സ്പ്ലിറ്റ് ചെയ്തു. എത്ര ഭാഗം ഷെയ്ഡ് ചെയ്തു? 2. അപ്പോൾ എന്തായിരിക്കും ഫ്രാക്ഷൻ? 2/3. അടുത്തത് എന്തായിരിക്കും? 3/5. അത് കഴിഞ്ഞത് 5/10. പിന്നെ 3/8. അത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് ഫിഗർ 6/12 ആണ്. എല്ലാവരും ചിന്തിച്ച് നോക്കുക. എന്നിട്ട് പെൻസിൽ വെച്ച് ചെയ്താൽ മതി. പെൻസിൽ വെച്ച് പ്രാക്ടീസ് ബുക്കിൽ ഉത്തരം എഴുതുക. ഇനി കളർ ദ ഫ്രാക്ഷൻ. ഇവിടെ നിങ്ങൾ കളർ ചെയ്യാൻ ക്രയോൺസ് യൂസ് ചെയ്യുക. സ്കെച്ച് പെൻ ആണെങ്കിൽ അപ്പുറത്തൊക്കെ പടരും. അതുകൊണ്ട് വേണ്ട, ക്രയോൺസ് യൂസ് ചെയ്യുക. കളർ ദ ഫ്രാക്ഷൻ. 3/4. ആ ലെറ്റർ സ്ക്വയറിന് 4 ആക്കി സ്പ്ലിറ്റ് ചെയ്തു. അതിൽ 3 ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് കൊടുക്കാം. ഓക്കെ, 3 ഭാഗം കളേഴ്സ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 3 ഭാഗം സെലക്ട് ചെയ്യുക. ആ 3 ഭാഗത്തെ കളേഴ്സ് കൊടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, സർക്കിൾ 1/2. ആ സർക്കിളിനെ 2 ആക്കി സ്പ്ലിറ്റ് ചെയ്തു. ഒരു ഭാഗം കളർ കൊടുക്കുക. അത് കഴിഞ്ഞ് വരുന്ന ഹെക്സഗൺ എത്രയാക്കി സ്പ്ലിറ്റ് ചെയ്തു? 6 ആക്കി സ്പ്ലിറ്റ് ചെയ്തു. 2 ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്രയോൺസ് ഉപയോഗിച്ച് കളേഴ്സ് കൊടുക്കുക. അടുത്ത ആ ഒരു സ്ക്വയറിനെ 9 ആക്കി സ്പ്ലിറ്റ് ചെയ്തു. 5 ഭാഗം ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്തു. താഴത്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തോളൂ. 4/7, 5/6, 9/15, 1/2, 2/3, 3/5. അതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് കൊടുത്ത് അതായത് ഫ്രാക്ഷൻസ് കളർ ചെയ്യണം. ഇനി റൈറ്റ് ദ ഫ്രാക്ഷൻ ഷെയ്ഡഡ്. അവിടെ ഷെയ്ഡഡ് ആയിട്ടുള്ള ഫ്രാക്ഷൻ കണ്ടുപിടിക്കുക. ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ എന്താണ്? ഒരു ഒബ്ജക്റ്റ് അല്ല. ഇവിടെ ഒരൊറ്റ സർക്കിൾ, ഒരൊറ്റ സ്ക്വയർ, അങ്ങനെയൊക്കെയാണ്. ഇവിടെ ഒരു കൂട്ടം, ഒരു ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്ട്സ് ഉണ്ട്. ആ ഒബ്ജക്ട്സിന്റെ ടോട്ടൽ കൗണ്ട് കണ്ടുപിടിക്കുക. അതാണ് താഴത്ത് വരുന്ന നമ്പർ. ഓക്കെ, ടോട്ടൽ കൗണ്ട് ആണ് താഴത്ത് വരുന്ന നമ്പർ. അതിൽ എത്ര എണ്ണം ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്, എത്ര എണ്ണം കളർ ചെയ്തിട്ടുണ്ട്, അതാണ് മുകളിൽ ന്യൂമറേറ്റർ ആയിട്ട് വരുന്നത്. ഫസ്റ്റ് ഫിഗർ നോക്കിക്കേ, എത്ര പൂക്കൾ? ഒരേപോലുള്ള 3 പൂക്കൾ അല്ലേ. അപ്പൊ താഴത്ത് വരുന്ന നമ്പർ എന്തായിരിക്കും? 3 ആണ്. ഇനി അതിൽ എത്ര എണ്ണം ഷെയ്ഡ് ചെയ്തു? 2. മുകളിൽ വരുന്ന നമ്പറോ? 2. അപ്പൊ ആൻസർ എന്താണ്? 2/3. ഓക്കെ, ഇനി അടുത്തത് മാംഗോസ്. എത്ര മാംഗോസ് ഉണ്ട്? 7. എത്ര എണ്ണം ഷെയ്ഡ് ചെയ്തു? 3. അപ്പൊ ഫ്രാക്ഷൻ എന്താണ്? 3/7. അത് കഴിഞ്ഞ് വരുന്ന പെൻസിൽ. എത്ര പെൻസിൽസ് ഉണ്ട്? 6. നമ്പർ 2 ഷെയ്ഡ് ചെയ്തു. അപ്പോൾ ഫ്രാക്ഷൻ 2/6. ഓക്കെ, അടുത്തത് 5/8, 2/5, 4/8, 7/9, 2/4, 1/4, 3/6, 1/2, 2/6. ഓക്കെ, ഫ്രാക്ഷൻസ് അതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേജ് നമ്പർ 29. കളർ ദ ഫ്രാക്ഷൻ. ആ തന്നേക്കുന്ന ഫ്രാക്ഷൻ കളർ ചെയ്യുക. നമുക്ക് എത്ര ബോൾസ് ഉണ്ട്? 4. അപ്പൊ താഴെ വരുന്ന നമ്പർ 4 ആണ്. മുകളിലെ നമ്പർ 1 ആണ് അല്ലെ. 1/4. അപ്പം ഒരൊറ്റ ബോളിന് കളർ കൊടുത്താൽ മതി. അടുത്ത ക്വസ്റ്റ്യനിൽ എത്ര റോസസ് ഉണ്ട്?
ടോട്ടൽ 7 റോസസ് ഉണ്ട്. താഴത്ത് വരുന്ന നമ്പർ 7 ആണ്. ഇനി അതിൽ എത്ര റോസിനെ കളർ കൊടുക്കണം? 3 റോസസ്. 3/7 അല്ലേ? 3 റോസസിന് നമുക്ക് ഇഷ്ടമുള്ള ക്രയോൺസ് ഉപയോഗിച്ച് കളർ കൊടുത്താൽ മതി. അടുത്ത 4/9 9 ബേർഡ്സ് ഉണ്ട്. അത് 4 എണ്ണത്തിന് കളർ കൊടുക്കണം. 2/3 3 ഫിഷസ് ഉണ്ട്. 2 എണ്ണത്തിന് കളർ ചെയ്യുക. 5/8 8 ടോട്ടോയ്സ് ഉണ്ട്. 5 എണ്ണത്തിന് കളർ ചെയ്യണം. 2/5 അതിൽ 5 ഹോഴ്സസ് ഉണ്ട്. 2 എണ്ണത്തിന് കളർ ചെയ്യണം. 1/2 2 എലിഫൻസ് ഉണ്ട്. 1 എണ്ണം കളർ ചെയ്യുക. 4/10 2/6 ചെയ്യുള്ള എല്ലാവരും. കളർ ആസ് ഡയറക്റ്റഡ്. ഇവിടെയും അത് തന്നെയാണ്, നമ്മൾ കളർ ചെയ്യുക എന്നാണ് പറയുന്നത്. കളർ ടോട്ടൽ കൗണ്ട് തന്നിട്ടില്ല അല്ലെ? ഇവിടെ ടോട്ടൽ കൗണ്ട് തന്നിട്ടില്ല. ഇത് എത്രയാണോ അതിന്റെ ഫ്രാക്ഷൻ കണ്ടുപിടിച്ചിട്ട് കൗണ്ട് ചെയ്യാൻ, കളർ ചെയ്യാനാണ് പറയുന്നത്. നോക്കിക്കേ, ആദ്യം ടോട്ടൽ കൗണ്ട് കണ്ടുപിടിക്കുക. ഫസ്റ്റ് ഫിഗറിൽ 1 2 3 4 മിഠായിസ് ഉണ്ടല്ലേ? 4 മിഠായി ഉണ്ട്. അത് പകുതി 1/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? പകുതി അല്ലെ? 1/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? പകുതി. 1/2 4 × 4 എണ്ണത്തിൽ പകുതിക്ക് കളർ കൊടുക്കുക എന്നാണ്. ടോട്ടൽ കൗണ്ട് അവിടെ പറഞ്ഞിട്ടില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, മനസ്സിലാക്കേണ്ട വസ്തുതയും ഇതാണ്. എന്താണ് ഇവിടെ ടോട്ടൽ കൗണ്ട് പറഞ്ഞിട്ടില്ല അല്ലെ? നമ്മൾ കൗണ്ട് ചെയ്തെടുത്തു. എന്നിട്ട് അതിൽ തന്നിരിക്കുന്ന ക്ലൂ എന്താണ്? കളർ 1/2 4 എണ്ണത്തിന്റെ പകുതി ഉള്ളതിന് കളർ ചെയ്യുക. 4 × 1/2 എന്താണ്? 4 × 1 4 4/2 4/2 എന്താണ്? 2. അപ്പൊ എത്ര എണ്ണത്തിന് കളർ ചെയ്യണം? 2 എണ്ണത്തിന് കളർ ചെയ്യണം. ഇനി അടുത്ത് നോക്കി, എത്ര ബോൾസ് ഉണ്ട്? ആ ബോൾസിൽ കളർ 1/4 1/4 ബോൾസിന് കളർ ചെയ്യും. ആ ഒരൊറ്റ ബോളിനകത്ത് 4 സ്പ്ലിറ്റ് ചെയ്ത് കളർ ചെയ്യാനാണോ പറയുന്നത്? അല്ല. ആ ടോട്ടൽ ബോൾസിന്റെ കൗണ്ട് എത്രയാണ്? ആ കൗണ്ടിൽ 1/4 കളർ ചെയ്യുക എന്നാണ് പറയുന്നത്. ടോട്ടൽ 8 എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 ബോൾസ് ഉണ്ട്. അപ്പൊ 8 ബോൾസിൽ 1/4 കളർ ചെയ്യുക. 8 × 1/4. അപ്പൊ ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാം. 8 × 1 എത്രയാണ്? 8 × 1 8 8/4 8/4 എന്താണ്? 2. അപ്പൊ എത്ര എണ്ണത്തിന് കളർ ചെയ്യണം? 2 എണ്ണത്തിന് കളർ ചെയ്യണം. അടുത്ത ദിവസം നോക്കി, എത്ര ലെമൺസ് ഉണ്ട്? 9 ലെമൺ ഉണ്ട്. അത് കളർ 2/3 2/3 ലെമൺസിന് കളർ ചെയ്യണം. എന്താക്കും? 9 × 2/3 9 × 2/3 അവിടെ എഴുതിക്കുക. പെൻസിൽ വെച്ച് എല്ലാവരും എഴുതിക്കുക. 9 × 2/3 9 × 2 എന്താണ്? 18 18 / 3 എന്താണ്? 6 6 × 3 അല്ലേ? 18. അപ്പൊ 18 / 3 6 ആണ്. അപ്പൊ 6 ലെമൺസിന് കളർ കൊടുക്കുക. അടുത്ത മാറ്റ്സ്റ്റിക്സ്. എത്ര മാറ്റ്സ്റ്റിക്സ് ഉണ്ട്? 6 ഉണ്ട്. കളർ 1/3 1/3 മാറ്റ്സ്റ്റിക്സിന് കളർ ചെയ്യണം. അപ്പൊ 6 × 1/3 ആൻസർ 2 കിട്ടും. 2 എണ്ണത്തിന് കളർ ചെയ്യുക. അടുത്ത് നോക്കി, എത്ര മത്തങ്ങ അല്ലെ? എത്ര നമ്മൾ കൗണ്ട് ചെയ്ത്? 10 കളർ 1/2 അങ്ങനെ പകുതി എണ്ണത്തിന് കളർ ചെയ്യുക. അപ്പൊ 10 × 1/2 5 എണ്ണത്തിന് കളർ ചെയ്യുക. അടുത്ത് നോക്കി, എത്ര ബട്ടർഫ്ലൈസ് ഉണ്ട്? 12 ബട്ടർഫ്ലൈസ് ഉണ്ട്. കളർ 3/4 3/4 ബട്ടർഫ്ലൈസിന് കളർ ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യണം? 12 × 3/4 12 × 3/4 12 × 3 എന്ത് കിട്ടും? എന്ത് കിട്ടില്ല? 36 36/4 36/4 എന്താണ്? 8 സോറി 9 9 4s are 36. അപ്പം എത്ര എണ്ണത്തിന് കളർ ചെയ്യണം? 9 ബട്ടർഫ്ലൈസിന് ഇഷ്ടമുള്ള ക്രയോൺസ് യൂസ് ചെയ്ത് കളർ കൊടുക്കുക. നമുക്ക് എത്ര ലീവ്സ് ഉണ്ട്? 9 എണ്ണം ഉണ്ട്. അതിൽ കളർ 1/3 ഇപ്പൊ 9 × 1/3 ഇത്ര 3 കിട്ടും. എത്ര ഫിഷ് ഉണ്ട്? എത്ര ഷാർക്സ് ഉണ്ട്? നമുക്ക് കളർ 2/3 12 ഷാർക്സ് ഉണ്ട്. അതിന് 2/3 കളർ ചെയ്യണം. അപ്പോൾ 12 × 2/3 12 × 2 എന്നാൽ 24 24/3 എത്രയാണ്? 8. അപ്പോൾ 8 ഫിഷസിന് കളർ കൊടുക്കുക. ഇനി അടുത്തത് കളർ 3/4. എത്രയും ടോട്ടോയ്സ് ഉണ്ട്? 8 ടോട്ടോയ്സ് ഉണ്ട്. അത് 3/4 കളർ കൊടുക്കുക. അപ്പോൾ 8 × 3/4 = 6 8 3s എത്രയാണ്? 24/4 എന്നാണ് 6 കിട്ടും. ഇനി എത്ര ഹാറ്റ്സ് ഉണ്ട്? കളർ 1/2 8 ഹാറ്റ്സ് ഉണ്ട്. അപ്പോൾ 8 × 1/2 = 4 4 ഹാറ്റ്സിന് കളർ കൊടുക്കുക. ഇനി കളർ ആൻഡ് ഫൈൻഡ്. ജോയ് ഹാസ് 8 മാർബിൾസ്. ജോയുടെ കയ്യിൽ 8 മാർബിൾസ് ഉണ്ട്. He gave half of them to ഷിനു. ഷിനുവിന് അതിന് പകുതി കൊടുത്തു. അങ്ങനെയെങ്കിൽ
How many marbles did Shinu get? ഷിനുവിന് കിട്ടിയ മാർബിൾസിന്റെ എണ്ണം എത്രയാണ്? നമുക്കറിയാം ടോട്ടൽ എത്ര മാർബിൾസ് ഉണ്ടായിരുന്നു? 8 മാർബിൾസ് ഉണ്ട്. അപ്പം അതിൽ എത്ര എണ്ണം ഷിനുവിന് കൊടുത്തു? പകുതി. പകുതി എന്ന് വെച്ചാൽ 1/2. 8 × 1/2. 8ന്റെ പകുതി കൊടുത്തു, ഷിനുവിന് കൊടുത്തു. അങ്ങനെയെങ്കിൽ ഷിനുവിന് കിട്ടുന്ന എത്ര മാർബിൾസ് ആയിരിക്കും? 8 × 1/2. 8 × 1 8/2. That is equal to 4. 4 marbles. അപ്പോൾ എല്ലാവരും എഴുതിക്കേ 4 marbles. അടുത്ത ക്വസ്റ്റ്യൻ. There were 12 birds on a tree. 12 ബേർഡ്സ് ഉണ്ട് ഒരു മരത്തിൽ. 1/3 of them flew away. അതിൽ 1/3 പറന്നുപോയി. അങ്ങനെയെങ്കിൽ how many birds did fly away? എത്ര ബേർഡ്സ് ആയിരിക്കും പറന്നു പോകുന്നത്? അങ്ങനെയെങ്കിൽ എന്താണ്? 12 × 1/3. That is equal to 12 × 1 12. 12/3. That is equal to 4. പറന്നു പോയതിന്റെ എണ്ണം എത്രയാണ്? 4 എണ്ണം. ബാലൻസ് ചോദിച്ചാൽ നമുക്ക് എഴുതാമായിരുന്നു. എന്താണ്? 12 - 4 എന്ന് പറയാം അല്ലെ? That is equal to 8 എന്ന് പറയാം. ഇവിടെ എത്ര എണ്ണം മിച്ചമുണ്ട്, ബാലൻസ് ഉണ്ട് എന്നല്ല ചോദ്യം, എത്ര എണ്ണം പറന്നു പോയെന്ന. അപ്പൊ 12 × 1/3 മാത്രം ചെയ്താൽ മതി. 12 × 1/3 is equal to 4. ഇനി അടുത്തത്. There were 9 candies in a box. 9 candies ഉണ്ട് ഒരു ബോക്സിൽ. സിജോ ate 2/3. സിജോ 2/3 എണ്ണം കഴിച്ചു. How many candies did സിജോ eat? അങ്ങനെ സിജോ കഴിച്ച കാൻഡീസിന്റെ എണ്ണം എത്രയാണ്? 9 × 2/3. എന്ത് കിട്ടും? 6 കിട്ടും. എല്ലാവരും ചെയ്ത് നോക്കുക. 6 കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ. There were 20 pineapples in a shop. 1/4 of them were sold. How many pineapples were sold? എന്നാൽ 20 പൈനാപ്പിൾ ഉണ്ട്. അതിൽ 1/4 എണ്ണം വിറ്റുപോയി. അങ്ങനെയെങ്കിൽ എത്ര പൈനാപ്പിൾസ് ആയിരിക്കും വിറ്റുപോയത്? അപ്പോൾ ആ ഫ്രാക്ഷൻ മാത്രം കണ്ടുപിടിച്ചാൽ മതി. 20 × 1/4 ചെയ്താൽ മതി. 20 × 1 20. 20/4 5 കിട്ടും. 5 എണ്ണം മാത്രമേ വിറ്റുപോയുള്ളൂ. റിമൈനിങ്ങിന്റെ കാര്യമല്ല ചോദിച്ചത്, വിറ്റുപോയത് എത്ര എണ്ണമാണെന്നാണ്. അപ്പൊ 20 × 1/4 ചെയ്യുമ്പോൾ 5 എന്ന് കിട്ടും. പെൻസിൽ വെച്ചോടെ എഴുതുക. ഇനി there are 15 players in a cricket club. 15 players ഉള്ള ക്രിക്കറ്റ് ക്ലബിൽ 2/5 of them are bowlers. അത് 2/5 ആൾക്കാർ എന്താണ്? ബൗളേഴ്സ് ആണ് അല്ലേ? ബൗൾ ചെയ്യുന്നതാണ്. How many bowlers are there? അങ്ങനെയെങ്കിൽ എത്ര ബൗളേഴ്സ് ഉണ്ട്? ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 15 × 2/5. 15 × 2/5 ചെയ്യുമ്പോൾ 15 × 2 30. 30/5 എന്ത് കിട്ടും? 6 എന്ന് കിട്ടും. 6 ബൗളേഴ്സ് ഉണ്ട്. ഇനി സാറ bought 12 eggs. സാറയുടെ കയ്യിൽ 12 eggs ഉണ്ട്. 3/4 of them are rotten. 3/4 എന്താണ്? rotten ആണ്, പൊട്ടിയതാണ് അല്ലേ? How many rotten eggs are there? അങ്ങനെയെങ്കിൽ എത്ര rotten eggs ഉണ്ട്? ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 12 × 3/4. Okay, 12 × 3/4 എന്ത് കിട്ടും? 12 × 3 36. 36/4 എന്ത് കിട്ടും? 9 ആൻസർ കിട്ടും. ഇനി there are 15 flowers in a garden. 2/3 of them are red in color. How many red flowers are there? 15 പൂവുണ്ട്. 2/3 റെഡ് കളർ ആണ്. റെഡ് കളേഴ്സ് ഉള്ള ആ ഫ്ലവേഴ്സിന്റെ എണ്ണം എത്രയാണ്? 15 × 2/3. that is equal to 30/3. that is equal to എന്ത് കിട്ടും? 10. 10 ഫ്ലവേഴ്സ് റെഡ് കളറാണ്. അപ്പോൾ ഇതുവരെയുള്ള എല്ലാ വേർഡ്സും പേജ് നമ്പർ 26 തൊട്ട് പേജ് നമ്പർ 31 വരെയുള്ള വർക്ക്സ് എല്ലാവരും പ്രാക്ടീസ് കൂടി തന്നെ ചെയ്ത് മിസ്സിന് പെൻസിൽ വെച്ച് ഹോംവർക്ക് ചെയ്ത് ക്രയോൺസും സ്കെയിലും പെൻസിലും ഒക്കെ ഉപയോഗിക്കും. അത് വെച്ച് ചെയ്ത് മിസ്സിന് ഹോംവർക്ക് ആയിട്ട് അയച്ചു തരണം. ഇനി ഞാൻ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് ടെക്സ്റ്റ് ബുക്കിലെ ബാക്കി ഭാഗങ്ങൾ പഠിക്കാം. പേജ് നമ്പർ 55 ഗ്രീഡി ഗേറ്റ് കീപ്പേഴ്സ്. എന്താണ് പേജ് നമ്പർ 55ലെ ബാക്കി ഭാഗങ്ങളാണ് കേട്ടോ. ഗ്രീഡി ഗേറ്റ് കീപ്പേഴ്സ് എന്താണ്? ആദ്യമുള്ള ഈ ഗേറ്റിനൊക്കെ കാവൽ നിൽക്കുന്നവർ അല്ലേ? കാവൽ പണമാണ്. Remember Birbal, the clever minister of King Akbar. Mathematics class 4, page 40. Do you know how he became a minister? എന്താണ്? ബീർബലിനെ ഓർമ്മയുണ്ടോ? നമ്മൾ ലോങ് ആൻഡ് ഷോർട്ട് 4ാം ക്ലാസ്സിൽ പഠിച്ച സമയത്ത് ബീർബലിനെ കുറിച്ച് പറഞ്ഞതാണ് അല്ലേ? എന്താണ് എങ്ങനെയാണ് ആ ബീർബൽ അക്ബർ ചക്രവർത്തിയുടെ മിനിസ്റ്റർ ആയിട്ട് മാറിയത്? ആ ബീർബലിനെ കുറിച്ചൊരു കഥയാണ്. Birbal was then a young boy living in a village. ഒരു ബാലകനായിരുന്നു. വില്ലേജ് ഗ്രാമത്തിൽ താമസിക്കുന്ന ബാലകനായിരുന്നു. He was very clever and could write poetry. ഭയങ്കര ബുദ്ധിശാലിയും ഒരു കവിതയൊക്കെ എഴുതുന്ന ഒരു പോയട്രി ആണ് അല്ലേ? He thought he would try his luck in the king's court. ഒരു ദിവസം ബീർബൽ ആലോചിക്കുക, എന്റെ ഈ ഭാഗ്യം, എന്റെ ഈ കഴിവുകളൊക്കെ ഒന്ന് രാജാവിന്റെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നിങ്ങനെ ഒരു ഭാഗ്യം പരീക്ഷിക്കാൻ വേണ്ടി ബീർബൽ ചിന്തിക്കുകയാണ്. എന്നിട്ട് so he took some of his poems and set off for the city. കുറച്ച് കവിത എഴുതി വെച്ച കുറച്ച് കവിതകളൊക്കെ എടുത്തിട്ട് രാജാവിനെ കാണാൻ വേണ്ടി സിറ്റി പോവാട്ടോ.
When he reached the outer gate of the palace, he was stopped by the gatekeeper. എന്താണ് കാവൽക്കാരെ നിർത്തി. ആ പാലസിനെ കൊട്ടാരത്തിലെ വാതിക്കെത്തിയപ്പോൾ ആ ഗേറ്റിന് കാവൽ നിൽക്കുന്ന ആ കാവൽക്കാരൻ തടഞ്ഞു നിർത്തി. He stopped there. Where are you going? അവിടെ നിന്ന് എവിടെ പോവാം? Shouted the gatekeeper. ഒച്ചയുടെ സംസാരിക്കുകയാണ്. അവിടെ നിന്ന് എവിടെ പോവാൻ ചോദിക്കുകയാണ്. I am a poet. I want to see the King Akbar and show my poems to him, replied the poet. ഞാനൊരു പോയിട്ടാണ്, ഒരു കവിയാണ്. എനിക്ക് കിങ് അക്ബറിനെ കാണണം. എൻ്റെ പോയിംസ്, എൻ്റെ കവിതകളൊക്കെ ഒന്ന് അവതരിപ്പിക്കുകയും ചെയ്യണം, ഒന്ന് കാണണം എന്ന് നമ്മുടെ ബീർബൽ പറഞ്ഞു. Oh, you are a poet. The king is kind. He will surely give you a prize. I will let you if you give me 1/10 of your prize. നീ ഒരു കവിയാണല്ലേ, നമ്മുടെ രാജാവ് ഭയങ്കര പാവമാണ്. ഉറപ്പായിട്ടും നിന്റെ കവിതയൊക്കെ പറയുമ്പോൾ ഉറപ്പായിട്ടും അതിന് നിനക്കൊരു പാരിതോഷികം, ഒരു പ്രൈസ് തരും. അങ്ങനെയെങ്കിൽ ആ കിട്ടുന്ന പ്രൈസിന്റെ 1/10%, 1/10 ഭാഗം എനിക്ക് തിരിച്ചു വരുമ്പോൾ നീ തരണം എന്ന് പറയുവാണ് ബീർബലിനോട് ഗേറ്റ് കീപ്പർ പറയുവാണ്. Young Birbal agreed since he had no other way. വേറെ ഒരു വഴിയില്ല, അതോടെ ഗേറ്റിലുണ്ടെങ്കിൽ ഇയാൾ പറഞ്ഞ ഈ കാര്യം അംഗീകരിച്ചല്ലേ പറ്റത്തുള്ളൂ. അവൻ ബീർബൽ സമ്മതിച്ചു. ഞാൻ എനിക്ക് തന്നേക്കുന്ന പാരിതോഷികത്തിന്റെ 1/10 ഭാഗം ഗേറ്റ് കീപ്പർ തരാം എന്ന് പറയുമ്പോൾ അയാൾ അകത്തോട്ട് കയറ്റി വിടും. When he went in, the gatekeeper calculated, if he gets 100 gold coins, I will get dash gold coins. എന്താണ് ഇയാളെന്നെ അകത്തോട്ട് കയറ്റി വിട്ടു. ബീർബലിന് അകത്തോട്ട് ഗേറ്റൊക്കെ തുറന്ന് കയറ്റി വിട്ടപ്പം ഈ കാവൽക്കാരൻ ആലോചിക്കുക, ബീർബൽ ഇപ്പം അക്ബർ ചക്രവർത്തിയുടെ അടുത്തൊക്കെ പോയിട്ട് ചക്രവർത്തി ഇഷ്ടപ്പെട്ടിട്ട് 100 ഗോൾഡ് കോയിൻസ് കൊടുക്കുകയാണ്. 100 എണ്ണം കൊടുക്കുകയാണെങ്കിൽ എന്താണ് അതിന്റെ 1/10 തരാമെന്ന് പറഞ്ഞിരുന്നല്ലേ, അതിന്റെ 1/10 എനിക്ക് തരുമ്പോൾ എനിക്ക് എത്ര കിട്ടും? 100 into 1/10 എത്രയായിരിക്കും? 100 into 100/10 that is equal to 10. അപ്പൊ 10 ഗോൾഡ് കോയിൻസ് ഈ പറഞ്ഞ കാവൽക്കാരന് കിട്ടുമെന്ന് കാവൽക്കാരൻ പ്രതീക്ഷിച്ച് നിൽക്കുക കേട്ടോ. അപ്പൊ അവിടെ എഴുതിക്കുക എല്ലാവരും 100 into 1/10 that is equal to 10 gold coins. The poet came to second gatekeeper. ബീർബൽ എന്താണ് രണ്ടാമത്തെ കാവൽക്കാരന്റെ ഗേറ്റിന്റെ കാവൽക്കാരന്റെ അടുത്തെത്തി. This gatekeeper is also said, I will let you in if you give me 2/5 of your price. നിന്നെ ഞാൻ കയറ്റി വിടാം, എന്താ പക്ഷെ എനിക്ക് നിനക്ക് കിട്ടുന്ന സമ്മാനത്തില് 2/5, അതായത് 2/5 ഭാഗം എനിക്ക് തരണം എന്ന് പറയാണ്. അപ്പൊ നമ്മുടെ ബീർബലിന് വേറൊരു നിർവാഹവും ഇല്ല. ബീർബൽ എന്ത് ചെയ്യും? The poet agreed. ബീർബൽ സമ്മതിച്ചു. The gatekeeper happily calculated. ആ രണ്ടാമത്തെ ഗേറ്റ് കീപ്പർ സന്തോഷം കൊണ്ട് ഇങ്ങനെ ഒന്ന് മനസ്സിൽ കണക്കൂട്ടുകയാണ്. The poet will get at least 100 gold coins, so I will get dashed gold coins. ഈ ഗോൾഡ് കോയിൻസ് ഈ പോയിന്റിന് നമ്മുടെ ബീർബലിന് അല്ലെങ്കിൽ ഈ കവിക്ക് എന്തായാലും നമ്മുടെ അക്ബർ ചക്രവർത്തി 100 ഗോൾഡ് കോയിൻ എങ്കിലും കൊടുക്കും. അതിന്റെ 2/5 എനിക്ക് തരാമെന്ന് പറഞ്ഞാൽ എനിക്ക് എത്ര എണ്ണം കിട്ടുമായിരിക്കും? 100 into 2/5. 100 into 2 എത്രയാണ്? 200. 200 divided by 5 എത്രയാണ്? 40. അപ്പോ 40 ഗോൾഡ് കോയിൻസ് എനിക്ക് കിട്ടുമെന്ന് രണ്ടാമത്തെ കാവൽക്കാരൻ പറയുകയാണ്. The poet reached the last gate. അവസാനത്തെ രാജാവിനെ കാണാനുള്ള അവസാനത്തെ കവാടത്തില് ഗേറ്റിനടുത്ത് എത്തിയ നമ്മുടെ ബീർബല്. The gatekeeper said, I will allow you to see the king only if you give me half of the price that you get. ഞാൻ നിന്നെ കിങ്ങിനെ കാണാൻ സമ്മതിക്കാം, അക്ബറിനെ കാണാൻ സമ്മതിക്കാം, പക്ഷെ എന്താ എനിക്ക് നിനക്ക് കിട്ടുന്ന പാരിതോഷികത്തിന്റെ പകുതി 1/2, ഹാഫ് അല്ലെ, ഹാഫ് 1/2 എനിക്ക് തരണം എന്ന് പറയുകയാണെ. The poet had no other way. He agreed and went inside. നമ്മുടെ ബീർബലിനെ രാജാവിനെ കാണാൻ വേറെ ഒരു വഴിയുമില്ല. അപ്പൊ എന്ത് ചെയ്യും? ഈ ഗേറ്റ് കീപ്പർ പറഞ്ഞ ഈ ഒരു കാര്യവും സമ്മതിച്ചു കൊടുക്കും. എന്നിട്ട് എന്താണ് അകത്തോട്ട് കയറി. The gatekeeper thought, today is a great day. If he get 100 gold coins, I will get dash gold coins. അപ്പം ഈ മൂന്നാമത്തെ ഗേറ്റ് കീപ്പർ ആലോചിക്കുക, ഇവര് 100 എണ്ണം ഗോൾഡ് കോയിൻ ചക്രവർത്തി അക്ബർ ചക്രവർത്തി കൊടുത്താല് എനിക്ക് എത്ര കിട്ടും? അതിന്റെ 100ന്റെ പകുതി അല്ലേ? 100ന്റെ പകുതി എന്താണ്? 100 into 1/2 that is equal to 100. 100 into 100/2 that is equal to 50 gold coins. അവിടെ എഴുതിക്ക് എല്ലാവരും 100 into 1/2 that is equal to 50 gold coins എന്ന് കിട്ടും. But if he gets 1000 coins, wow, I will get. മൂന്നാമത്തെ കാവൽക്കാരൻ രാജാവിന്റെ അടുത്തോട്ട് പോകാനായിട്ട് മൂന്നാമത്തെ കാവൽക്കാരൻ രാജാവിന്റെ തൊട്ടടുത്തുള്ള കാവൽക്കാരൻ പറയാം, 100 ഗോൾഡ് കോയിൻ കിട്ടിയാൽ അതിന്റെ പകുതി എനിക്ക് തരാമെന്ന് ബീർബൽ സമ്മതിച്ചതല്ലേ, അപ്പൊ എനിക്ക് 50 ഗോൾഡ് കോയിൻസ് കിട്ടും.
ഇനി നേരെ മറിച്ച് അദ്ദേഹത്തിന് 1000 ഗോൾഡ് കോയിൻസ് ആണ് രാജാവ് കൊടുക്കുന്നതെങ്കിൽ അതിന്റെ പകുതി എത്രയായിരിക്കും? 1000 into 1/2. It is equal to 1000 divided by 2. It is equal to 500. 1000 ഗോൾഡ് കോയിൻ ആണ് കിങ് അദ്ദേഹത്തിന് കൊടുക്കുന്നതെങ്കിൽ ആ 1000ത്തിൽ നിന്ന് പകുതി 500 എണ്ണം എനിക്ക് കിട്ടും. അവിടെ എത്തിക്കുക എല്ലാവരും 1000 into 1/2. That is equal to 500 ഗോൾഡ് കോയിൻസ് എന്ന് കിട്ടും. എന്നിങ്ങനെ ഈ അത്യാവശ്യം കൊണ്ട് ഇങ്ങനെ ആഗ്രഹിക്കുകയാണ് മൂന്നാമത്തെ ഗേറ്റ് കീപ്പർ. Okay, the king was very happy with the poem and said, "Your work is very good. You can ask anything as your prize." കിങ് അക്ബർ ചക്രവർത്തി ബീർബലിനെ കണ്ട് എന്നിട്ട് പറയാണ്, നിന്റെ കവിതയൊക്കെ കൊള്ളാം, നിനക്ക് എന്ത് വേണം പാരിതോഷികമായിട്ട്, നിനക്ക് എന്ത് വേണം എന്ന് ചോദിക്കുകയാണ്. നിന്റെ ഈ ഒരു കവിതയ്ക്ക് നിനക്ക് എന്ത് വേണം എന്ന് ചോദിക്കുകയാണ്. My lord, I want 100 slabs. What? 100 slabs? എന്റെ രാജ എന്താണ് എന്റെ തിരുവനന്തപുരം, എനിക്ക് 100 സ്ലാബ്സ് മതി. സ്ലാബ്സ് എന്ന് വെച്ചാൽ എന്താണ്? അടി അല്ലെ, അടി മതി എന്ന് പറയും. അപ്പം കിങ് ചോദിക്കും, 100 slabs. ഷോക്കിംഗ് അവർ എഴുതിക്കല്ലാവരും ഷോക്കിംഗ്, SHOCKING, ഷോക്കിംഗ്, SHOCKING. കാരണം എന്താ, രാജാവ് തന്നെ ഇത്രയും വലിയ കവിതയൊക്കെ പ്രസന്റ് ചെയ്തിട്ട് രാജാവ് എന്ത് സമ്മാനം വേണമെന്ന് ചോദിക്കുമ്പോൾ ഈ ബീർബൽ പറയും, എനിക്ക് 100 അടി മതിയോ. അപ്പൊ രാജാവിന് ഷോക്കായി പോകും. What? 100 slabs. Shocking. The king was shocked. King ഭയങ്കര ഷോക്കായി പോയെ. What happened after that? Complete the story. What part of the prize did the poet get? എന്തായിരിക്കും അവിടെ എന്ത് പറ്റിയിട്ടുണ്ടാവും? കിങ് എന്തായാലും ചോദിക്കും, എന്താണ് അവിടെ ബാക്കി എന്ത് സംഭവിച്ചിട്ടുണ്ടാവും എന്ന് നമ്മൾ ഇമാജിൻ ചെയ്യാനാണ്, നമ്മളൊന്ന് ആലോചിച്ച് നോക്കാനാണ്. എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? രാജാവ് ചോദിക്കും, നിനക്ക് എന്താ ഇത്രയും നിന്റെ വർക്കിനല്ല ഈ പാട്ടുകൾക്കെല്ലാം നീ പാടി കഴിഞ്ഞിട്ട് നിനക്ക് എന്തുകൊണ്ടാണ് 100 അടി മതി സമ്മാനമായിട്ട് 100 സ്ലാബ്സ് മതി എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് കിങ് ചോദിക്കും അല്ലെ. ബീർബലിനോട് ഉറപ്പായിട്ടും ചോദിക്കും. അപ്പൊ ബീർബൽ എന്ത് പറയായിരിക്കും? ഞാൻ എന്നെ ഇങ്ങോട്ട് കടത്തു വിടണമെങ്കിൽ ആദ്യത്തെ ഗേറ്റ് കീപ്പർ പറയും, എനിക്ക് 1/10 ഭാഗം താങ്കൾ കിങ് തരുന്ന സമ്മാനത്തിന്റെ 1/10 ഭാഗം ആദ്യത്തെ ഗേറ്റ് കീപ്പറിന് കൊടുക്കണം. രണ്ടാമത്തെ ഗേറ്റ് കീപ്പർ പറയും, കിങ് തരുന്ന സമ്മാനത്തിൽ നിന്ന് 2/5 ഭാഗം ആ ഗേറ്റ് കീപ്പറിന് കൊടുക്കേണ്ടി വരും. മൂന്നാമത്തെ ഗേറ്റ് കീപ്പർ പറയും, കിങ് തരുന്ന സമ്മാനത്തിന്റെ പകുതി കൊടുക്കേണ്ടി വരും. അതായത് എന്താ, മൊത്തം 100 എണ്ണം ആ കൊടുക്കുന്നതെങ്കിൽ ആ 100 ഗോൾഡ് കോയിൻ ആണ് കിങ് കൊടുക്കുന്നതെങ്കിൽ 10ഉം 40ഉം 50ഉം ആയിട്ട് മൊത്തം ഈ ഗേറ്റ് കീപ്പേഴ്സ് അങ്ങ് കൊണ്ടുപോകും അല്ലെ. അത് മനസ്സിലാക്കിയ ബീർബൽ എന്ത് പറഞ്ഞു? എനിക്ക് 100 അടി മതി എന്ന് പറഞ്ഞു. ഈ സത്യാവസ്ഥ നമ്മുടെ അക്ബറിനോട് പറഞ്ഞു. ഇത്രയും കാവൽക്കാരെല്ലാം എന്റെ ഷെയർ എല്ലാം ചോദിച്ചിരിക്കാന്ന് പറഞ്ഞു കൊടുക്കും അല്ലെ. അപ്പൊ എന്ത് വെച്ചു? നേരെ മറിച്ച് ബീർബലിന് സമ്മാനമായിട്ട് അടിയാണ് കിട്ടുന്നതെങ്കിലോ 10 അടി ആദ്യത്തെ ഗേറ്റ് കീപ്പറിന് കൊടുക്കേണ്ടി വരും, 40 അടി രണ്ടാമത്തെ ഗേറ്റ് കീപ്പറിന് കൊടുക്കണം, 50 അടി അല്ലെ, 50 അടി 100 ഗോൾഡ് കോയിൻ ആണെങ്കിൽ 100 അടിയാണെങ്കിൽ എന്താണ് 50 അടി മൂന്നാമത്തെ ഗേറ്റ് കീപ്പറിനുമായിട്ട് കൊടുത്ത് ബീർബലിന് സന്തോഷമാകും അല്ലെ. അതുകൊണ്ടാണ് ബീർബൽ പറയുന്നത് എനിക്ക് 100 അടി മതി എന്ന് പറയുന്നത്. അപ്പം ഈ ബീർബലിന്റെ ഈ ബുദ്ധി കണ്ടിട്ട് കിങ് എന്ത് പറയും? കിങ് എന്താണ് ഈ ബീർബലിനെ ഉപദ്രവിക്കത്തില്ല, സ്ലാബ് ചെയ്യത്തില്ല, അടിക്കത്തില്ല. നേരെ മറിച്ചോ ഈ പറഞ്ഞ പ്രകാരമുള്ള അടികളെല്ലാം ഓരോ ഗേറ്റ് കീപ്പേഴ്സിനും കൊടുക്കും. എങ്ങനെയുണ്ട് കഥ? ഇഷ്ടപ്പെട്ടോ? ബീർബലിന് സമ്മാനവും കൊടുത്തു. എന്നിട്ടോ ബീർബലിന് എത്ര സമ്മാനം കൊടുക്കുന്ന നമുക്ക് ജസ്റ്റ് ഇമാജിൻ ചെയ്യാനേ പറ്റുള്ളൂ. നേരെ മറിച്ച് അടികളെല്ലാം ഈ ബീർബൽ ചോദിച്ച 100 അടികളുടെ ഷെയർ എല്ലാം എന്താണ് ഗേറ്റ് കീപ്പേഴ്സിന് കൊടുത്തു. ഓക്കെ, ആദ്യത്തെ ഗേറ്റ് കീപ്പറിന് 10, രണ്ടാമത്തെ ഗേറ്റ് കീപ്പറിന് 40, കിങ്ങിനോട് അടുത്ത് നിൽക്കുന്ന മൂന്നാമത്തെ ഗേറ്റ് കീപ്പറിന് 50 അടിയും കൊടുത്തു കഴിഞ്ഞു. ബീർബലിന് കിട്ടുന്ന പാരിതോഷികം കൊടുത്തു കഴിഞ്ഞു. ബീർബൽ ബുദ്ധിമാനല്ലേ, അതുകൊണ്ടായിരിക്കും അല്ലെ നമ്മുടെ അക്ബർ ചക്രവർത്തി ബീർബലിനെ എന്താക്കി മിനിസ്റ്റർ. ഇനി അടുത്ത ഭാഗം പാറ്റേൺസ് ഇൻ പാർട്സ്. Number 1, make different patterns by coloring some squares in the grid BCD. What part of the grid did you color? What part of the grid remaining white? Right. എന്താണ് ABCD എന്ന ഒരു ഗ്രിഡ് കണ്ടോ? ഒരു പാറ്റേൺസ് കണ്ടോ? A എന്ന പാറ്റേണിൽ അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. കുറച്ച് അകത്തുള്ള കുറച്ച് ഭാഗങ്ങൾക്കെല്ലാം കളേഴ്സ് ബ്ലൂ കളർ കൊടുത്തു, ബാക്കിയുള്ളതെല്ലാം വൈറ്റ് ആയിട്ട് റിമൈൻ ചെയ്തു അല്ലെ. ടോട്ടൽ 16 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ A എന്ന് പറയുന്ന ആ സ്ക്വയറിനെ 16 ആക്കി ഡിവൈഡ് ചെയ്തു. എത്ര ഭാഗം ബ്ലൂ കളർ കൊടുത്തിട്ടുണ്ട്? 8. അപ്പോൾ ആ ബ്ലൂ കളർ കൊടുത്തേക്കുന്ന ആ ഒരു ഭാഗത്തിന്റെ ആ ഫ്രാക്ഷൻ എന്തായിരിക്കും? 8/16. എത്ര ഭാഗം വൈറ്റ് കളർ ഉണ്ട്? 8.
അപ്പോൾ അതിന് ആ വൈറ്റ് കളറുള്ള ആ ഭാഗത്തിന് എത്ര ഫ്രാക്ഷൻ ആയിരിക്കും? 8/16 വൈറ്റ്. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് കൊടുക്കുക, ഓരോ പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യുക. പല സ്ഥലത്തും ഇഷ്ടമുള്ളതൊക്കെ നിങ്ങൾ ബി എന്ന് പറയുന്ന ആ സ്ക്വയറും സി ടി അങ്ങനെ ഇഷ്ടമുള്ള കളേഴ്സ് ഉപയോഗിച്ച് ഓരോ ബോക്സിലും 2 കളേഴ്സ് ഉപയോഗിക്കുക. ഓക്കെ, 2 കളേഴ്സ് ഉപയോഗിച്ച് അതിന് 2 കളേഴ്സും ഷെയർ ചെയ്ത് ഫ്രാക്ഷനിൽ വരും എന്ന് കണ്ടുപിടിച്ചിട്ട് എഴുതണം കേട്ടോ. ഏത് ചെയ്തേക്കുന്നുണ്ടോ? ബ്ലൂവും വൈറ്റ് യൂസ് ചെയ്തു. ആ ബ്ലൂവിന്റെ ഷെയർ ഫ്രാക്ഷൻ എത്രയാണെന്ന് താഴത്ത് എഴുതി, വൈറ്റിന്റെ ഷെയർ എത്രയാണെന്ന് താഴത്തെ ഫ്രാക്ഷൻ ആക്കി എഴുതി. അതുപോലെ തന്നെ ബിയിലും സിയിലും ഡിയിലും എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 കളേഴ്സ് യൂസ് ചെയ്തിട്ട് എന്താണ് അതിന്റെ ആ കളേഴ്സിന്റെ ഫ്രാക്ഷൻ കണ്ടുപിടിച്ച് അവിടെ തന്നെ എഴുതിയാൽ മതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ലുക്ക് അറ്റ് ഗ്രിഡ് എ അഗെയിൻ. ഈസ് ദ ഗ്രിഡ് കളേർഡ്? എന്താണ് ഈ ഗ്രിഡ് നോക്കാൻ. എന്നിട്ട് എന്താണ് ഈസ് ദ ഗ്രിഡ് കളേർഡ്? എ 1/2 ബ്ലൂ 1/2 വൈറ്റ്. ഇനി 8/16 ബ്ലൂ ഉണ്ടെന്ന് പറഞ്ഞു. 8/16 ബ്ലൂ ആന്ന് പറഞ്ഞു. എ എന്ന് പറയുന്ന ആ ഗ്രിഡില് 8/16 വൈറ്റ് ആന്ന് പറഞ്ഞു. ഈ 8/16 കുറച്ചുകൂടെ ചെറിയ ഫ്രാക്ഷൻ ആക്കി ഡിവൈഡ് ചെയ്ത് നോക്കിക്കേ. 8ന് ഇരട്ടയല്ലേ 16. 8 × 2 ആണ് 16. അപ്പോൾ 8ന്റെ അവിടെ 1 ആക്കാം, 16ന്റെ അവിടെ 2 ആക്കാം. ഈ 8/16 1/2 എന്ന് എഴുതാൻ പറ്റത്തില്ലേ? 16ന്റെ പകുതി ഭാഗം കംപ്ലീറ്റ് ബ്ലൂ ആണ്, ബാക്കി പകുതി കംപ്ലീറ്റ് വൈറ്റ് ആണ്. 1/2 ഭാഗം ആ 16 എന്ന് പറയുന്ന ആ ഒരു എ എന്ന് പറയുന്ന ഗ്രിഡിന്റെ പകുതി ഭാഗം ബ്ലൂവും പകുതി ഭാഗം വൈറ്റും ആണ്. സത്യമല്ലേ മിസ് പറഞ്ഞത്? അങ്ങനെയെങ്കിൽ ഇതില് ഏതായിരിക്കും യോജിക്കാത്ത സീക്വൻസ് ഏതാന്ന് കണ്ടുപിടിക്കണം. എ 1/2 ബ്ലൂ 1/2 വൈറ്റ് സത്യമാണ്. ഇനി ബി 2/4 ബ്ലൂ 2/4 വൈറ്റ്. ആ ഫ്രാക്ഷൻ അങ്ങനെ ആക്കി എടുക്കാൻ പറ്റുമല്ലോ. നമുക്ക് 4 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഈ 8/16 4 വെച്ച് ഡിവൈഡ് ചെയ്തേ. 4 × 2 ആണ് 8. അപ്പൊ 2 എന്ന് എഴുതി. 4 × 4 ആണ് 16. അപ്പൊ 2/4 ബ്ലൂവും 2/4 വൈറ്റും എന്ന് പറയുന്നത് സത്യമല്ലേ? സത്യമാണ് അല്ലേ? ഇനി അടുത്ത് 4/8 ബ്ലൂ 4/8 വൈറ്റ്. 8/16 നമുക്ക് എന്താണ് ഒരു 2 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പൊ 8ന് അവിടെ 4 വരും, 16ന് അവിടെ എന്ത് വരും? 8 വരും. 4/8. ഓക്കെ, സത്യമല്ലേ? പിന്നെ 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ 1/2 എന്ന് തന്നെ കിട്ടും. അപ്പൊ 4/8 ബ്ലൂ ആണ്, 4/8 വൈറ്റ് ആണ് എന്ന് പറയാൻ സാധിക്കത്തില്ലേ? ഈ ഫ്രാക്ഷൻസ് എല്ലാം എന്താണ് അർത്ഥം കൊണ്ട് 1/2 തന്നെയാണ് അല്ലെ? ഫ്രാക്ഷൻസ് എല്ലാം 16 ഡിവൈഡ് ചെയ്ത് അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ അതിന് സ്പ്ലിറ്റ് ചെയ്ത് ക്യാൻസൽ ചെയ്ത് ചെറിയ ഫ്രാക്ഷൻ ആയിട്ട് എല്ലാം 1/2 തന്നെയാണ് അല്ലെ? ഈ 2/4 എന്ന് പറയുന്നതും 4/8 എന്ന് പറയുന്നതും 8/16 എല്ലാം 1/2 തന്നെയാണ് അല്ലെ? ഓരോന്നിന്റെയും ഈ മോളിൽ കാണുന്ന ന്യൂമറേറ്ററിന്റെ ഇരട്ടിയായിരിക്കും ഡിനോമിനേറ്ററിൽ വരുന്നത്. ശ്രദ്ധിച്ചായിരുന്നോ? പക്ഷെ സി എന്ന് നോക്കി 3/8 5/8 പകുതിയാണോ? 3യുടെ ഇരട്ടിയാണോ 8? അല്ല. 5ന്റെ ഇരട്ടിയാണോ 8? അല്ല. അപ്പൊ 3/2 5/8 എന്ന് പറയുന്നതായിരിക്കും ആ സീക്വൻസിനോട് യോജിക്കാത്തത്. അപ്പൊ മാർക്ക് എക്സ് ഓൺ ദ റോങ് ആൻസർ. ആ സീഡ് അവിടെ എല്ലാവരും കട്ട് മാർക്ക് കൊടുക്കുക. കട്ട് മാർക്ക് എക്സ് എന്ന മാർക്ക് സീഡ് അവിടെ കൊടുക്കുക. ബാക്കി എല്ലാം എയോട് യോജിക്കുന്ന ഫ്രാക്ഷൻസ് ആണല്ലേ? ഇനി അടുത്തത് 3. Draw grids on 16 squares and make patterns with. Okay. 16 സ്ക്വയർസ് വരുന്ന പോലെ ഒരു ഗ്രിഡ്, ഇതുപോലൊരു ഗ്രിഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് എന്താണ് ഓരോ പാറ്റേൺസ് പറഞ്ഞേക്കുന്ന പോലെ ഓരോ പാറ്റേൺസ് കളർ ചെയ്യാനാണ് പറയുന്നത്. നോട്ട് ചെയ്യുക. പേജ് നമ്പർ 57 ഹെഡിങ് കൊടുക്കുക. Draw grids of 16 squares and make patterns with. ഇതുപോലെ ഒരു ബോക്സിനകത്ത് സ്ക്വയറിനകത്ത് 16 ഭാഗങ്ങൾ വരുന്ന പോലെ സ്പ്ലിറ്റ് ചെയ്യുക. എന്നിട്ട് 2/8 റെഡ് വേണം, 1/2 യെല്ലോ വരണം, 1/4 ഗ്രീൻ വരണം. 2/8 റെഡ് വരാൻ പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുമോ? എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ടോട്ടൽ 16 അല്ലേ? 16 × 2/8 ആയിരിക്കും റെഡ് വരേണ്ടത്. അപ്പൊ 16 × 2/8 എന്താണ്? 16 × 2 എന്ത് കിട്ടും? 32. 32/8 എന്താണ്? 4/8 32. അപ്പൊ 4 ആ ഗ്രിഡിനകത്ത് 4 സ്ഥലത്ത് എന്താണ് എന്ത് റെഡ് കളർ വരും. ഇനി 1/2 സ്ഥലത്ത് യെല്ലോ വരും. 16 × 1/2 ചെയ്ത് 16 × 1/2 എന്താണ്? 8. അപ്പൊ 8 ഭാഗത്ത് യെല്ലോ വരണം. ഇനിയോ 1/4 ഭാഗത്ത് 16ന്റെ 1/4 ഭാഗത്ത് എന്ത് വരണം? ഗ്രീൻ വരണം. അപ്പൊ 16 1/4 എന്താണ്? 16 × 1 16 1/4 4 ഭാഗത്ത് എന്താണ്? ഗ്രീൻ വരണം.
ഓക്കെ, ഇതുപോലൊരു ഗ്രിഡ് നിങ്ങൾ നോട്ട് ബുക്കിൽ വരയ്ക്കുക. ഇത്രയും കളേഴ്സ് ചെയ്യുക. 4 റെഡ്, 8 യെല്ലോ, 4 ഗ്രീൻ. ഓക്കെ, അങ്ങനെ 16 ഗ്രിഡ് വരുന്ന പോലെ വരച്ചു. അതാണ് കളേഴ്സും കളർ ചെയ്തു. മനസ്സിലായോ എല്ലാവർക്കും? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തൊരു ഗ്രിഡ് വരയ്ക്കുക. ഓക്കെ, അടുത്തൊരു ഗ്രിഡ് 16 അകത്ത് 16 സ്ക്വയേഴ്സ് വരുന്ന പോലെ ഈ ABCD അതുപോലെ അടുത്തൊരു ഗ്രിഡ് വരയ്ക്കുക. എന്നിട്ടോ 3/16 ബ്ലൂ, 5/16 റെഡ്, 1/2 യെല്ലോ. അവിടെ തന്നിട്ടുണ്ട് 3/16. അത് കറക്റ്റ് 16 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള കാര്യം പറഞ്ഞതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, 16ന്റെ 3 3 ഭാഗത്ത് എന്താണ് റെഡ് ബ്ലൂ കളർ കൊടുക്കുക അല്ലെ. ബ്ലൂ കളർ 3 സ്ഥലത്ത് കൊടുക്കാൻ പറ്റും. അടുത്ത ഗ്രിഡിൽ 3 സ്ഥലത്ത് ബ്ലൂ കൊടുക്കാം, 5 സ്ഥലത്ത് റെഡ് കൊടുക്കാം. 5/16 പറഞ്ഞിട്ടുണ്ടല്ലോ, 5 സ്ഥലത്ത് റെഡ് കൊടുക്കാം. ഇനി അടുത്തൊരു ക്ലൂ 1/2 യെല്ലോ ആ. അവിടെ ക്ലൂവേ തന്നിട്ടുള്ളൂ അല്ലെ. ആ 16ന്റെ 1/2 യെല്ലോ കൊടുക്കണം. 16 × 1/2 8 ഭാഗത്ത് എന്താണ് യെല്ലോ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആ സെക്കൻഡ് ക്വസ്റ്റ്യൻ ബി ക്വസ്റ്റ്യൻ 8 ഭാഗത്ത് യെല്ലോ, 3 ഭാഗത്ത് ബ്ലൂ, 5 ഭാഗത്ത് റെഡ്. ഓക്കെ, അപ്പോൾ ഈ പേജ് നമ്പർ 57 ആ ക്വസ്റ്റ്യൻസ് എല്ലാവരും ആ ലാസ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ നോട്ട്ബുക്കിൽ വരച്ച് ചെയ്യുക. മറ്റ് ആ 1, 2 എല്ലാം ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ചെയ്താൽ മതി. ക്രയോൺസ് യൂസ് ചെയ്ത് വേണം നോട്ട്ബുക്കിലും ടെക്സ്റ്റ് ബുക്കിലും കളർ ചെയ്യാൻ. ഇന്ന് മിസ് പഠിപ്പിച്ച പ്രാക്ടീസ് ബുക്കിലെ പ്രോബ്ലംസും എല്ലാവരും എന്താണ് ക്രയോൺസ് യൂസ് ചെയ്ത് പ്രാക്ടീസ് ബുക്ക് പെൻസിൽ ഉപയോഗിച്ച് പ്രാക്ടീസ് ബുക്കിൽ തന്നെ ചെയ്യുക. എന്നിട്ട് എന്താണ് ഈ ഹോംവർക്ക്സ് എല്ലാം മിസ്സിനെ അയച്ചു തരിക. എന്നാലേ മിസ്സിനെ കറക്റ്റ് ചെയ്ത് തരാൻ പറ്റത്തുള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെ കോൺടാക്ട് ചെയ്യുക. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്.